ഈശോയിൽ ബഹുമാനപ്പെട്ട വികാരിയച്ചന്മാരെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, മതാധ്യാപകരെ, പ്രിയ കുട്ടികളെ, 2024 ആണ്ടിലെ ക്രിസ്മസ് ആഗതമാകുകയാണല്ലോ. ഡിസംബർ 1 തീയതി ആഗമനകാലത്തിലെ ഒന്നാമത്തെ ഞായറാഴ്ചയാണ്. ഈ ഒന്നാമത്തെ ഞായറാഴ്ച മുതൽ ഡിസംബർ 24 തീയതി വരെയുള്ള ദിവസങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ക്രിസ്മസിന് ഒരുങ്ങുവാൻ സഭ നൽകുന്ന അനുഗ്രഹീത ദിനങ്ങളാണ്. ഈ വർഷം നന്നായി ഒരുങ്ങി നല്ലൊരു ക്രിസ്മസ് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്നുള്ളതാണ് എൻ്റെ ആശംസ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് യൂറോപ്പിലെ ഒരു അമ്മയുമായി സംസാരിച്ചപ്പോൾ അവരുടെ കുടുംബം ക്രിസ്മസിന് ഒരുങ്ങുന്നതിനെക്കുറിച്ച് ശ്രവിക്കാനായിട്ടിടവന്നു. ആഗമനകാലത്തിലെ ആദ്യത്തെ ഞായറാഴ്ചയുടെ തലേദിവസം ആ അമ്മ മക്കളെ വിളിച്ച് ചോദിക്കുകയാണ്, മക്കളെ ഓരോരുത്തരും എപ്രകാരമാണ് ഈ വർഷം ക്രിസ്മസിന് ഒരുങ്ങുക എന്ന്. മൂത്ത കുട്ടിയുടെ മറുപടി പ്രകാരമായിരുന്നു, ആഗമനകാലത്തിലെ ആദ്യ ഞായറാഴ്ച മുതൽ എല്ലാ ദിവസവും പള്ളിയിൽ മുടങ്ങാതെ പോകും എന്ന്. യൂറോപ്പിലെ കാര്യമാണ് കേട്ടോ. അതിശൈത്യത്തിൽ ക്ലേശപൂർണമായിട്ടുള്ള ഒരു യാത്ര ചെയ്ത് വേണം ദേവാലയത്തിൽ ബലിയർപ്പിക്കാൻ പോകാനായിട്ട്. മകൻ്റെ ഈ മറുപടി കേട്ട് അമ്മയ്ക്ക് സന്തോഷമായി. അമ്മ അവനെ അഭിനന്ദിച്ചു. രണ്ടാമത്തെ കുട്ടി പറഞ്ഞത്, അമ്മ ഈ വർഷം എനിക്ക് അമ്മ നൽകുന്ന ക്രിസ്മസ് സമ്മാനം എൻ്റെ കൂട്ടുകാരന് ഞാൻ കൊടുക്കും. കാരണം എല്ലാ വർഷവും ക്രിസ്മസ് സമ്മാനങ്ങളുമായിട്ട് ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ ഒരിക്കലും അവൻ ക്രിസ്മസ് സമ്മാനവുമായിട്ട് വരാറില്ല. അതുകൊണ്ട് അവൻ്റെ ആ കുറവ് നികത്തുന്നതിന് ഈ വർഷം എനിക്ക് കിട്ടുന്ന ക്രിസ്മസ് സമ്മാനം ഞാൻ അവന് കൊടുക്കും എന്നാണ് രണ്ടാമത്തെ മകൻ്റെ മറുപടി. എന്തു നല്ല ക്രിസ്മസിനുള്ള ഒരുക്കമല്ലേ പ്രിയ സഹോദരരെ. തീർച്ചയായും അത്തരത്തിലുള്ള ഒരുക്കത്തോടുകൂടി നാം ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നമ്മുടെ ക്രിസ്മസ് ഒരു നവ അനുഭവം നമുക്ക് നൽകും. പ്രത്യേകിച്ച് ഈ വർഷത്തെ ക്രിസ്മസ് ആണെങ്കിൽ ഒരു ജൂബിലി ആഘോഷത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള ക്രിസ്മസ് ആണ്. 2025 ആണ്ടിലെ ക്രിസ്മസിൻ്റെ ഒരുക്കമായുള്ള ഒരു ക്രിസ്മസ് ആയതിനാൽ ഈ വർഷം എത്രയോ മനോഹരമായി നമുക്ക് ഒരുങ്ങാൻ സാധിക്കുമെന്ന് നമ്മൾ ചിന്തിക്കുന്നത് വളരെ നല്ലതല്ലേ. നമുക്ക് ക്രിസ്മസ് ആഘോഷത്തിന് നമ്മെ ഒരുക്കുന്നതിനും അതോടൊപ്പം തന്നെ വിശ്വാസത്തിൽ ആഴപ്പെടുന്നതിനും ഫിയാത്ത് മിഷൻ ഒരുക്കിയിട്ടുള്ള ഒരു കൊച്ചു കൈപ്പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് ഉണ്ണീശോയുടെ സ്വന്തം എന്നുള്ളതാണ്. അത് ഉണ്ണീശോയുടെ സ്വന്തം ആൻ്റണി എന്നോ ഉണ്ണീശോയുടെ സ്വന്തം ആഗ്നസോ എന്നോ എഴുതി കുട്ടി വായിക്കാവുന്നതാണ്. ഈ കൊച്ചു കൈപ്പുസ്തകത്തിൽ നമ്മുടെ കുഞ്ഞ് സഹോദരന്മാർക്ക് സഹോദരിമാർക്ക് ക്രിസ്മസിന് ഒരുങ്ങാനുള്ള 25 ദിവസത്തെ പരിപാടികളെക്കുറിച്ചുള്ള ക്രമീകരണം നൽകിയിട്ടുണ്ട്. അതിൽ ഒരു കൊച്ചു വചനഭാഗമുണ്ട്, ഒരു പുണ്യപ്രവൃത്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ മനോഹരമായിട്ടുള്ള ഒരു സുഹൃത ജപവുമുണ്ട്. നമ്മുടെ കുഞ്ഞുമക്കൾ ഈ കൈപ്പുസ്തകം ഉപയോഗിച്ചുകൊണ്ട് 25 ദിവസം നന്നായി ഒരുങ്ങി ക്രിസ്മസ് ആഘോഷിച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ക്രിസ്മസ് ആഘോഷം ഒരു നവമായ അനുഭവം നൽകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പ്രിയ സഹോദരരെ, പ്രിയ അച്ഛന്മാരെ, പ്രിയ സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, മതാധ്യാപകരെ, ആയതിനാൽ ഈ വർഷം ഈ കൊച്ചു കൈപ്പുസ്തകം ഉപയോഗിച്ചുകൊണ്ട് ഉണ്ണീശോയുടെ സ്വന്തം നമ്മുടെ ഉണ്ണിയുടെ ക്രിസ്മസിന് ഒരുങ്ങാനായിട്ട് നമ്മുടെ കുട്ടികളെ നമുക്ക് പ്രാപ്തരാക്കാം. അതിന് നിങ്ങളെല്ലാവരും സഹകരിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു. ഏവർക്കും ആഗതമാകുന്ന ക്രിസ്മസിൻ്റെയും നിലവിലുള്ള ആഗമനകാലത്തിലെയും എല്ലാ ആശംസകളും സ്നേഹപൂർവ്വം നേരുന്നു.